തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ അനാച്ഛാദനം വികാര നിർഭരമായി. ഉമ്മൻചാണ്ടി ജീവനോടെ അടുത്തു നിൽക്കുന്ന പ്രതീതിയെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. പ്രതിമകൾക്ക് പകരം വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നാണ് തന്റെ നിലപാടെന്ന് മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പമാണ്. കയ്യിൽ ഒരു പേനയുണ്ട്, കുറേ കടലാസുകളുമുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന മെഴുകു പ്രതിമയാണിത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഉമ്മൻചാണ്ടി മുന്നിൽ വന്നു നിൽക്കുന്നുവെന്നേ തോന്നൂ. ജീവൻ തുടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സുനിൽ വാക്സ് മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറായ സുനിൽ കണ്ടല്ലൂർ. ഉമ്മൻചാണ്ടി ഒരു വർഷമായി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്ന് മറിയാമ്മ ഉമ്മൻ. പെട്ടെന്ന് ഈ ഒരു പ്രതിമ കാണുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഊർജ്ജസ്വലനായി സന്തോഷമായി ഞങ്ങൾ ജീവിച്ച ഉമ്മൻചാണ്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രതിമകൾക്ക് പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. പൊതുവെ പ്രതിമ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനി ചെന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവരുടെ ഒരു പ്രതിമ വേണം എന്നുള്ളതാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, പ്രതിമയെക്കാട്ടിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അന്ന് തന്നെ വാക്ക് കൊടുത്തതാണ്. പ്രതിമയ്ക്ക് മുന്നിൽ മകൾ മറിയ ഉമ്മൻ വിങ്ങിപ്പൊട്ടി. പത്ത് വർഷം മുൻപാണ് മെഴുകുപ്രതിമ തയ്യാറാക്കാനായി ഉമ്മൻചാണ്ടിയുടെ അളവുൾപ്പെടെ ശേഖരിച്ചത്. പൂർത്തിയാക്കിയ മെഴുകുപ്രതിമ നാളെ പുതുപ്പള്ളിയിൽ പ്രദർശിപ്പിക്കും. ക്യാമറമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.